Greenlives Coaching and Training Solution. 5 key areas of leadership. 5 key areas of leadership. Leadership in the 5 key area, 5 core area. കുറേ ലീഡർഷിപ്പ് പ്രിൻസിപ്പിൾസ് നമ്മൾ പഠിക്കുന്നുണ്ട്. സമയം ഉണ്ടാവുമല്ലോ മാത്രമേ സംശയമുള്ളൂ. ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കടന്നു പോകണം വിചാരിക്കുന്നുണ്ട്. ഇതാണ് ആദ്യത്തെ സംഭവം. ഒന്നാമത്താണ് മൈൻഡ് മാസ്റ്ററി. ഇത് നമ്മൾ പഠിച്ചതാണ്. മൈൻഡ് മാസ്റ്ററി ഇതേക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്തതാണ്. മൈൻഡ് മാസ്റ്ററി. ആദ്യം നമ്മൾ മൈൻഡ് മാസ്റ്ററി കൈവരിക്കണം. നമ്മുടെ സൈക്കോളജിക്കൽ എന്താവണം? നമ്മളൊരു ഗ്ലോബൽ ബിസിനസ്സുകാരാവും ചിന്തിക്കണം. ആ ലെവലിലുള്ള ആളുകളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു റോൾ മോഡൽ, നിങ്ങൾ മനസ്സവിടെ എത്തണം. ആദ്യം മനസ്സെത്തണം, എന്നാലേ ബോഡി എത്തുള്ളൂ. മനസ്സെത്താതെ ബോഡി എത്തൂല. ആദ്യം എത്തേണ്ട എവിടെയാണ്? മനസ്സാണ്. മനസ്സെത്താതെ ബോഡി എത്തുമോ? എത്തൂല. പിന്നെന്ത് വേണം? പീക്ക് പ്രൊഡക്ടിവിറ്റി. നമ്മളെ പ്രൊഡക്ടിവിറ്റി ഏറ്റവും പീക്ക് ആവണം. ഏറ്റവും നല്ല പ്രൊഡക്റ്റീവ് ടീം ആവണം. പീക്ക് പ്രൊഡക്ടിവിറ്റി വേണം ലീഡർഷിപ്പിന്. അടുത്തതാണ് എന്ത്? ഇന്റർപേഴ്സണൽ എക്സലൻസ് ആൻഡ് ഹൈ പെർഫോമൻസ് ടീം വർക്ക്. ഇന്റർപേഴ്സണൽ എക്സലൻസ്, നമ്മളുടെ ഇന്റർപേഴ്സണൽ എക്സലൻസ് കൂട്ടണം. നമ്മളുടെ ആളുകളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള നമ്മുടെ കഴിവ്, ആളുകളുമായിട്ട് സംസാരിച്ചിട്ട് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കഴിവ്, ടീമിൻ്റെ പെർഫോമൻസ് കൂട്ടാനുള്ള, ഹൈ പെർഫോമൻസ് ടീം വർക്ക് ഉണ്ടാകാനുള്ള, ടീമിനെ പ്രചോദിപ്പിക്കാനുള്ള കഴിവ്, ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള സ്കില്ല്. ഒരു ലീഡർക്ക് എന്താ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും. ലീഡർക്ക് വിഷൻ പറയാൻ പറ്റും. വിഷൻ കാണിച്ചു കൊടുത്ത് ഞാൻ എൻ്റെ സ്വപ്നം ഇതാണ്, എൻ്റെ ഡ്രീം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊപ്പമുള്ള ആളുകളെ പ്രചോദിപ്പിച്ച് ഇവന്മാരെ കൊണ്ട് പണിപ്പിച്ചിട്ട് നമ്മൾ ലക്ഷ്യം നേടണം. ഗാന്ധിന്റെ സ്വപ്നം സ്വാതന്ത്ര്യം കിട്ടുക. അവിടെ എല്ലാവരെ കൊണ്ട് മോട്ടിവേറ്റ് ചെയ്ത് സ്വപ്നം കാണാൻ പഠിപ്പിച്ച് എന്ത് ചെയ്ത് ബ്രിട്ടീഷുകാരന് സ്വാതന്ത്ര്യമായി തന്നു. അപ്പോൾ ആദ്യം എന്താണ്? ഒരു ലീഡർ എപ്പോഴും എന്ത് വേണം? ഒരു മോട്ടിവേറ്റർ ആവണം. അപ്പോൾ ലീഡർക്ക് എന്ത് വേണം? വിഷൻ വേണം. ഒപ്പം എന്ത് വേണം? നമ്മളെ വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണം. വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യണം. നമ്മൾ ഒറ്റ വെൽത്തിൽ ഫോക്കസ് ചെയ്യരുത്. വെറും ക്യാഷ് മരിക്കരുത്. അത് 5ാമത്തെ വെൽത്താണ്. ഒന്നാമത്തെ വെൽത്ത് എന്താ? ഇന്നർ ലൈഫ്. രണ്ടാമത്തെ എന്താ? ഹെൽത്ത്. 3 എന്താ? ഫാമിലി. 4 കരിയർ ഓർ ബിസിനസ്. 5 ഫിനാൻസ്. ഈ ആദ്യത്തെ 4 ഉണ്ടെങ്കിൽ 5 ഓട്ടോമാറ്റിക്കായിട്ട് വരും. പൈസ ഉണ്ടായിട്ട് പണിയെടുക്കരുത്. ഹാപ്പി ആയിട്ട് എന്തായാലും നമ്മൾ ഹാപ്പി ആയിട്ട് വേണം എന്ത് ചെയ്യാം? അല്ല, ക്യാഷ് ഉണ്ടാക്കിയിട്ട് വേണം ഹാപ്പി ആവാൻ. അങ്ങനെയല്ല വേണ്ടത്. ഹാപ്പി ആയിട്ട് വേണം ക്യാഷ് ഉണ്ട്. ഹാപ്പി ആയ ക്യാഷ് വരും. എന്നാണ്. നമ്മളൊക്കെ ഹാപ്പിനെസ് മാറ്റി വെക്കും. ക്യാഷ് വരട്ടെ എന്നിട്ട് ഞാൻ ഹാപ്പി ആവും, അല്ലേ? ക്യാഷ് വരട്ടെ എന്നിട്ട് ഞാൻ ഹാപ്പി ആവും. ഹാപ്പി ആവും, അപ്പോൾ ക്യാഷ് വരും. ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ ആരാണെന്ന് അറിയോ? ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ്. ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരാണ് ഏറ്റവും പ്രൊഡക്റ്റീവ്. നിങ്ങളുടെ കമ്പനിയിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ആൾക്കാർ ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആൾ. നിങ്ങൾ ഹാപ്പി ആണെങ്കിൽ പ്രൊഡക്റ്റീവ് ആവും. പ്രൊഡക്ടിവിറ്റി വരണമെങ്കിൽ എന്താണ്? ഹാപ്പിനെസ് വേണം. നമ്മൾ എപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ ഏറ്റവും പെർഫോമൻസ് വർക്ക് എപ്പോഴാണ് കാഴ്ചവെക്കുക? നിങ്ങൾ സങ്കടത്തിൽ, നിങ്ങൾ ഡിസപ്പോയിൻമെന്റിൽ ഇരിക്കുമ്പോൾ അങ്ങനെ ഹാപ്പി നമ്മൾ വർക്ക് ചെയ്യുക. നിങ്ങളാകെ നിരാശനായി വിഷാദമായി ഇരിക്കണം. അപ്പോൾ നിങ്ങൾ പ്രൊഡക്ടിവിറ്റി വരുമോ? അല്ല, എപ്പോഴാണ് പ്രൊഡക്ടിവിറ്റി വരിക? നമ്മൾ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ സ്റ്റാഫിന്റെ പ്രൊഡക്ടിവിറ്റി എപ്പോഴാണ് കൂടുക? ആ ഒരു സന്തോഷവാന്മാരാവണം, ഒരു ഹാപ്പി ആവണം, ഹാപ്പി വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കണം. അപ്പോഴാണ് പ്രൊഡക്ടിവിറ്റി കൂടുക. ഇത് മിക്ക മുതലാളിമാർക്കും അറിയില്ല. ചവിട്ടി കൂട്ടും. അപ്പോൾ പ്രൊഡക്ടിവിറ്റി കുറയുക. ടോപ്പ് ക്ലാസ് കമ്പനിയിലൊക്കെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ സിൽക്കൻ മൈലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ പിന്നെ അത് നമ്മുടെ കമ്പനിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവർക്ക് എങ്ങനെ വേണമെങ്കിലും വരാം, ഏത് ഡ്രസ്സിലും വേണമെങ്കിൽ വരാം, കടന്നുകൊണ്ട് വേണമെങ്കിൽ വർക്ക് ചെയ്യുക, ഇരുന്ന് വർക്ക് ചെയ്യുക, ഇങ്ങനെയൊക്കെ പല മോഡലൊക്കെ വർക്ക് ചെയ്യുമല്ലോ. ഒരു എങ്ങനെ വർക്ക് ചെയ്താലും പ്രശ്നമല്ല. എന്ത് ചെയ്യണം? പ്രൊഡക്ടിവിറ്റി വേണം, റിസൾട്ട് ഉണ്ടാവണം. സെയിൽസിൽ റിസൾട്ടിനാണ് പൈസ, എഫേർട്ടിനല്ല പൈസ. ആണോ? എഫേർട്ടിനാണ് നിങ്ങൾ സെയിൽസിൽ പൈസ കൊടുക്കുക. എന്താണ് പൈസ കൊടുക്കുക? റിസൾട്ട് വേണം. ഓൻ എത്ര എഫേർട്ട് എടുത്ത് നമുക്ക് തരേണ്ട ആവശ്യമില്ല. ഓൻ റിസൾട്ട് ഉണ്ടാക്കണ്ടോ? ഈസ് എ ബെസ്റ്റ് സെയിൽസ്മാൻ. റിസൾട്ടിനാണ് പൈസ കൊടുക്കണേ, എഫേർട്ടിനല്ല. സിൽക്കൻ മായൊക്കെ എന്താ ചിലപ്പോൾ പോലെ 1 മാസം ഉറങ്ങാതെ ഫുൾ വർക്ക് ചെയ്യാരം, രാത്രിയും പകലും 24 hours വർക്ക് ചെയ്യും. എന്നിട്ടെന്താവും? ചിലപ്പോൾ 1 മാസം ലീവ് ചെയ്യാരം. ഇനി അങ്ങനത്തെ തലമുറനെ കിട്ടുള്ളൂ. ഓൻ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് കേട്ടോ, നമുക്ക് പ്രശ്നം വേണ്ട. പക്ഷെ അവൻ എന്ത് ചെയ്യണം? പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരണം. അവനോണ്ട് വീട്ടിൽ നിന്ന് വർക്ക് ചെയ്ത് കേട്ടാ
ഇപ്പോഴത്തെ ഇനി പുതിയ കൾച്ചർ എന്താ ചെയ്യുക, ഓഫീസിലൊന്നും വരില്ല. ഒരു ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന പല വർക്കുകളും അല്ലേ, വർക്ക് അറ്റ് ഹോം. അതാ ആൾക്ക് ഇഷ്ടമുണ്ടാവുക. ഓഫീസിലേക്കൊന്നും പോകില്ല. പക്ഷെ ഓഫീസിൽ വർക്ക് ചെയ്താലും വീട്ടിലാന്ന് നമുക്ക് പ്രശ്നമില്ല. പക്ഷെ എന്ത് ചെയ്യണം, ചില ആൾക്കാർ ഓഫീസിൽ വരേണ്ടി വരും, ചില ജോലികൾ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ വീട്ടിൽ നിന്ന് ചെയ്താലും പ്രശ്നമില്ല, നമുക്ക് റിസൾട്ട് ഉണ്ടായ പോലെ. എഫേർട്ടിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല റിസൾട്ട്. അത് വെറുതെ പറയാണ്. എഫേർട്ടിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല റിസൾട്ട്. എഫേർട്ട് ഇടുകയാണെങ്കിൽ നമ്മളിപ്പോൾ ബംഗാളികളാണ് ഏറ്റവും കൂടുതൽ എഫേർട്ട് ഇടുന്നത് കേരളത്തിൽ. ഇവിടെ ഓൾക്ക് എന്താ റിസൾട്ട് ഇല്ലാത്ത? അങ്ങനെയാണെങ്കിൽ ഓൾക്കല്ല ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാവേണ്ടത്. എഫേർട്ടിന്റെ അത് നമ്മൾ തെറ്റിദ്ധരിച്ചാണ്. എഫേർട്ടിന്റെ ബൈ പ്രോഡക്റ്റ് അല്ല ശരിക്കും റിസൾട്ട്. റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് പ്ലാൻഡ് ആക്ഷൻ ആണ്. പ്ലാൻഡ് ആക്ഷൻ ആണ്. സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും തമ്മിലൊരു ഡിഫറൻസ്. ഞാൻ ഇന്നൊരു വീഡിയോ ഉണ്ട്, ഞങ്ങൾക്ക് വേണമെങ്കിൽ ഗ്രൂപ്പിൽ ഇട്ടുണ്ട്, നിങ്ങൾ കണ്ടാന്നറിയില്ല. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർഡ് വർക്ക് ആൻഡ് സ്മാർട്ട് വർക്ക് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, 3 കഴുതകൾ ഇങ്ങനെ വരികയാണ്. Greenlives Coaching and Training Solution. For more updates, subscribe our channel or visit our website mujeebgreenlives.com. Or like our page Facebook/Mujeebgreenlives, or you can WhatsApp to 9995142164.